ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൂവൻ കോഴിയാണ് കേട്ടോ അത്. സ്വത്തുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. സ്വത്തുവിന് ഇവിടെ ആരും കളിക്കാനില്ലാത്തത് കൊണ്ട് അതിനെ പിടിച്ച് ഇങ്ങനെ അടുത്ത് നിർത്തുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കോഴീനെ ഉറക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ ആകെ 5 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതാണ് കേട്ടോ. കുഞ്ഞിനെ വാങ്ങിച്ചതാണ്, 5 എണ്ണത്തിനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണത്തിന് പൂച്ച പിടിച്ചു. കുഞ്ഞായപ്പോൾ തന്നെ പൂച്ച പിടിച്ച്. പിന്നെ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഒന്നിനെ കൊന്നു കേട്ടോ. അത് ഭയങ്കര ഓട്ടമായിരുന്നേ. അപ്പോൾ അതിനെ കൊന്നു. അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു കോഴിയാണുള്ളത് കേട്ടോ. ഇതുകൊണ്ട് പിന്നെ പുള്ളിക്കോഴി പിന്നെ ഇതുപോലെ വൈറ്റ് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് അടുത്ത് മടിയിലൊക്കെ ഇങ്ങനെ കിടത്തുകയാണ് കേട്ടോ. ആ കോഴി അതുപോലെ തന്നെ ഒതുങ്ങി കിടക്കുകയൊക്കെ ചെയ്യേ. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ സ്വത്തുക്കുട്ടി ആ കോഴീനെ മടിയിലൊക്കെ പിടിച്ച് കിടത്തി പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് മടിയിൽ കിടക്കുന്നുണ്ട്. ഇതിനാണെങ്കിൽ അധികം തീറ്റയൊന്നും വേണ്ട, ചോറൊന്നും ഇട്ട് കൊടുത്താൽ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. എപ്പോഴും ആളെ കാണണം, അല്ലെങ്കിൽ അതെങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. മറ്റേ കോഴിയെ കൊല്ലുമ്പോൾ സ്വത്തുവിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഓട്ടം കാരണം മാത്രം അതിനെ കൊന്നതാണ്. അങ്ങനെ സ്വത്തുവിൻ്റെ മടിയിൽ കിടക്കുകയാണ് കേട്ടോ ഈ കോഴികളൊക്കെ മണ്ണൊക്കെ ചികഞ്ഞിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി അതിലൊക്കെ പോയി കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാർ വലുതാവുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ ഇത്. ഒരു കുഞ്ഞാണ് വാങ്ങിച്ചത്, കുറച്ചുകൂടി വലുതായതാണിത്. കണ്ട ഇപ്പോൾ ഇങ്ങനെയായിട്ടോ, സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. സ്വത്തിൻ്റെ ഫേവറേറ്റ് കോഴിയാണ് കേട്ടത്. കണ്ട ചിറകൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ കക്കക്കോ എന്നൊക്കെ പറയാറുണ്ട്. സ്വത്തുവിൻ്റെ പിന്നാലെ നടക്കും കേട്ടോ. സ്വത്ത് പറയുന്നതൊക്കെ അനുസരിക്കാറൊക്കെ ഉണ്ട്.